ഹായ്, ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് കേട്ടോ വീഡിയോയിൽ വന്നുള്ളത്. നമ്മുടെയൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോരോ കാലഘട്ടത്തിലും പല പല പ്രതിസന്ധികളിലൂടെയും പല പ്രശ്നങ്ങളിലൂടെയും ഒക്കെ അവൻ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. പലതിനും നമുക്ക് അഭിമുഖീകരിക്കാൻ വളരെയധികം പ്രയാസമുള്ള ഇതായിരിക്കാം. എങ്കിലും പണ്ടത്തെ കാലഘട്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളൊക്കെ ഇന്ന് ഭയങ്കര ഭാഗ്യവാന്മാരാണ്, അല്ലെങ്കിൽ ഭാഗ്യവതികളാണെന്ന് പറയാൻ പറ്റും. പണ്ട് കാലത്തൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഭക്ഷണത്തിനായിരിക്കും അന്ന് ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതുണ്ടായിരിക്കാം. നല്ലൊരു ഭക്ഷണം ദിവസവും കിട്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരിക്കും. അതേപോലെ നല്ല വസ്ത്രങ്ങൾ ഉടുക്കാൻ കിട്ടിയാൽ ഭയങ്കര സന്തോഷമായി ജീവിക്കായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരിക്കാം. അതേപോലെ ഒന്നും മഴ നനയാതെ കിടന്നുറങ്ങാൻ ഒരു വീടുണ്ടായിരുന്നെങ്കിൽ മനസ്സമാധാനമായിട്ട് ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കായിരുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. അതിനു പുറമെ ഏതെങ്കിലും ഒരു ചെറിയ വാഹനമെങ്കിലും ഒരു യാത്രയ്ക്ക് നമുക്ക് സ്വന്തമായിട്ട് പുറത്ത് പോകാനായിട്ട് കിട്ടുവാണെങ്കിൽ അത് ഭയങ്കര ഒരു ഭാഗ്യമാണെന്ന് കരുതിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അതെല്ലാം ഒരുവിധം ആളുകൾക്കൊക്കെ അവൈലബിൾ ആണ്. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിറവേറ്റാൻ പറ്റാതിരുന്നിട്ടുണ്ടാവാം. പക്ഷെ എങ്കിലും ഇപ്പോഴും മനുഷ്യന്മാർ അതേപോലെ തന്നെ പല പ്രശ്നങ്ങളിൽ മനസ്സിൽ സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത ആളുകളായിരിക്കാം. ഒരുപക്ഷെ നമ്മൾ വിചാരിച്ച പോലെയുള്ള ജീവിതമായിരിക്കില്ല നമുക്കുണ്ടാവുക. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട്, സാമ്പത്തികവും ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മളെ കൂടെ ജീവിക്കുന്നവർ പക്ഷെ നമ്മൾ വിചാരിച്ച പോലത്തെ ആളുകളായിരിക്കില്ല. ചിലർക്ക് ഭർത്താക്കന്മാരെ കിട്ടിയത് അവരുദ്ദേശിച്ച പോലെ ആയിരിക്കില്ല, ചിലർക്ക് ഭാര്യമാരെ കിട്ടിയത് അവരുദ്ദേശിച്ച പോലെ ആയിരിക്കില്ല, അല്ലെങ്കിൽ മക്കൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മക്കൾ ചിലപ്പോൾ തോന്നിവാസത്തിൽ നടക്കുന്നവരായിരിക്കാം. അതല്ലെങ്കിൽ കൂട്ടുകുടുംബങ്ങളാവുമ്പോൾ അതിനുള്ളിൽ താമസിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. ഇനിയിപ്പോൾ ഇതൊന്നുമല്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരുപക്ഷെ വീട്ടിലത്തെ ആരെങ്കിലും അപകടങ്ങളാൽ മരണപ്പെട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പലർക്കും അസുഖങ്ങൾ ഉണ്ടാവാം. അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ പ്രതിസന്ധികളിലൂടെയും എല്ലാവിധ മനുഷ്യന്മാരും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾക്ക് ഇപ്പോൾ നമുക്ക് നാട്ടിലാണ് ജോലി വെച്ചാൽ ഗൾഫിലൊരു ജോലി കിട്ടിയിട്ട് നല്ല സാലറി കിട്ടുമായിരുന്നെങ്കിൽ ഭയങ്കര മനസ്സമാധാനത്തിൽ ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഗൾഫിൽ ജോലിയിലിരിക്കുന്ന പലരും നാട്ടിലെന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ ഫാമിലിയുടെ കൂടെ താമസിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഭർത്താക്കന്മാർ ഗൾഫിലുള്ള ഭാര്യമാർ നാട്ടിൽ അവർക്കൊരു ജോലി കിട്ടി ഇവിടെ വന്നെങ്കിലെന്ന് വിചാരിക്കുന്നുണ്ടാവും. അതേപോലെ നാട്ടിൽ ജോലിയുള്ള ഭർത്താക്കന്മാരുടെ ഭാര്യമാരൊരു പക്ഷെ അവർ ഗൾഫിൽ പോയിട്ട് അത്യാവശ്യം നല്ല പണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരായിരുന്നെങ്കിൽ നല്ലതെന്ന് വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെ നമ്മൾക്കുള്ളിലുള്ളത് എന്തൊക്കെയാണോ അതിൻ്റെ സന്തോഷങ്ങളൊന്നും നമുക്ക് കണ്ടെത്താൻ പറ്റാതെ നമ്മൾ ആഗ്രഹിക്കുന്ന മറ്റു പലതിലേക്കും ശ്രദ്ധ ഊന്നിക്കൊണ്ട്, ഒരു പക്ഷെ നമുക്കത് നേടിയെടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ഊന്നിക്കൊണ്ട് നമ്മുടെ എല്ലാ സന്തോഷങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന പല ഘടകങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. ചുറ്റുപാടുമുള്ള ഒരുപാട് ആളുകളെ നോക്കുമ്പോൾ ആരും 100% സാറ്റിസ്ഫൈഡ് അല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പല പല പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അവിടെ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് കാണിച്ചുകൊണ്ടിരിക്കുന്ന പലരുടെയും ഉള്ളറകളിൽ പല ബുദ്ധിമുട്ടുകളും പല വിഷമതകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാകാം. പക്ഷെ പുറത്ത് കാണുന്നവർക്ക് തോന്നും അവർ ഭയങ്കര ഹാപ്പിയാണ്, അതുപോലെ ആയിരുന്നെങ്കിൽ എന്ന് തോന്നും. പക്ഷേ ഒരു പക്ഷെ അവരെക്കാൾ ഹാപ്പി ആയിരിക്കും ഈ ചിന്തിക്കുന്ന ആളുകൾ. നമ്മൾ കാണുന്ന കാഴ്ചപ്പാടുകളൊന്നുമല്ല യഥാർത്ഥ ജീവിതം. യഥാർത്ഥ ജീവിതം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പല വിഷമഘട്ടങ്ങളിലൂടെയും പല പ്രശ്നങ്ങളിലൂടെയും പല വിഷയങ്ങളിലൂടെയും കടന്നുപോയി അതിനെ തരണം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ടാസ്ക്. ഇതിൽ ഓരോ വിഷയങ്ങളെയും നമുക്ക് അഭിമുഖീകരിക്കുമ്പോൾ സന്തോഷത്തോടെ അഭിമുഖീകരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളൊക്കെ നമുക്കുണ്ടാവുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. എന്താണത്? ഇതൊക്കെ തന്നെയാണ് ജീവിതം, ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതം. ഇങ്ങനെയല്ലാതെ ഈ ലോകത്തിലുള്ള നമ്മുടെ ഒരുപാട് പണ്ഡിതന്മാരെ പുരോഹിതന്മാരെയൊക്കെ പണ്ടത്തെ വലിയ വലിയ രാജാക്കന്മാരൊക്കെ എടുത്തു നോക്കിയോ, എല്ലാവരും പലവിധ പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുള്ളത്. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരുടെ ശാപം വാങ്ങിക്കൊണ്ടാണ് അവരൊക്കെ ജീവിച്ചു പോയിട്ടുണ്ടായിരിക്കുക. പ്രവാചകന്മാരുടെ കാര്യം നോക്കിയാലും അതുപോലെ പല പല മതങ്ങളിൽപ്പെട്ട അവരുടെ ഏറ്റവും ഉത്തമരെന്ന് കരുതുന്ന ആളുകളിലൊക്കെ അവരൊക്കെ പലവിധ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും തന്നെയാണ് കടന്നു പോയിട്ടുള്ളത്. ഓരോ
മുഖ്യധാരയിലുള്ള പല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന രാഷ്ട്രീയത്തിലുള്ളവരായിക്കോട്ടെ, മതപരമായിട്ടുള്ളവരായിക്കോട്ടെ, അതല്ലെങ്കിൽ വലിയ വലിയ ജന്മികള്, എല്ലാവരും നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരാളും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, ഞങ്ങളുടെ ലൈഫ് ഫുൾ 100% സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആരുമില്ല. സോ നമ്മൾ മനസ്സിൽ കരുതുക, എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും, എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇതാണ് ലൈഫ്. നമ്മളിപ്പോൾ ഒരു ഭയങ്കര മോശം റൂട്ടിലൂടെ ഇങ്ങനെ പോവാന്ന് വിചാരിക്കുക, അപ്പൊ നമുക്ക് ഒരു നിവൃത്തിയില്ല. ഇവിടുന്ന് നമ്മൾ കണ്ണെത്താ ദൂരത്തോളം വളരെ വിഷമകരമായിട്ടുള്ള യാത്ര നമ്മൾ ചെയ്തേ പറ്റൂ നമ്മൾ അപ്പുറത്തോട്ടെത്താൻ. പക്ഷെ അപ്പുറത്തോട്ടെത്തി ചിലപ്പോൾ അതിനേക്കാളും ചിലപ്പോൾ വലിയ പുഴയോ കടലോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, പക്ഷെ അറിയില്ല. പക്ഷെ അവിടേക്ക് എത്തണമെങ്കിൽ ഈ ദുർഘടം പിടിച്ച വഴികളിലൂടെ നടന്ന് നീങ്ങിയേ പറ്റുള്ളൂ. അതിൽ നമുക്കൊരാൾക്കും എക്സ്ക്യൂസ് ഇല്ല, അത് എത്ര വലിയവൻക്കും എത്ര ചെറിയവൻക്കും. അപ്പൊ നമ്മൾ ഏറ്റവും പണക്കാരായിട്ടുള്ള അദാനി അംബാനി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അങ്ങനത്തെ അല്ല പേര് എന്താണ്, അങ്ങനത്തെയുള്ള ആളുകളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറമെന്ന് കാണുമ്പോൾ ഭയങ്കര കോടീശ്വരന്മാർ ഭയങ്കര, പക്ഷെ അവരുടെ ഫാമിലിയിലും പല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അവരുടെ മനസ്സിൻ്റെ ഉള്ളൊരു ഇന്നർ എന്താണ് പറയുക, ഹാപ്പിനെസ് എന്ന് പറയുന്നതുണ്ട്. മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ പുറമെ കാണിക്കുന്ന ഹാപ്പിനെസ് ഒക്കെ വെറുതെയാണ്. അതിലൊന്നും നമ്മൾ എന്താണ് പറയുക, ഒരു വിജയിച്ചവരാണെന്ന് പറയാൻ പറ്റില്ല. അതേസമയം പുറത്ത് കടത്തിണ്ണകളിൽ കിടന്നുറങ്ങുന്ന പലരും ഉണ്ടാവും. ഡെയിലി കിട്ടുന്ന വേതനം കൊണ്ട്, വളരെ തുച്ഛമായ വേതനം കൊണ്ട് ജീവിക്കുന്ന പല ഫാമിലികളും ഉണ്ടാവും. പക്ഷെ അവർ ഒരുപാട് ചിലപ്പോൾ സന്തോഷത്തിൽ ജീവിക്കുന്നുണ്ടായിരിക്കും. അവർക്ക് നമ്മൾ കാണുന്ന ആർഭാടങ്ങളും അത്യാവശ്യ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ ചിലപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കും. അപ്പം നമ്മൾ കാണുന്ന കാഴ്ചകളൊന്നുമല്ല പുറമെയുള്ള ആളുകളിൽ നിന്നുള്ള ഒരു എന്താണ് പറയുക, അവരനുഭവിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ അവർക്ക് ആത്മാർത്ഥമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതിന് കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും ഇതൊക്കെ തന്നെയാണ് ലൈഫ് എന്നുള്ള ഒരൊറ്റ നിയത്തോടു കൂടി മുന്നോട്ട് പോവുക. നിലവിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ എന്തൊക്കെ പോസിറ്റിവിറ്റി ഉണ്ടോ അതൊക്കെ നമ്മൾ മനസ്സിലേക്ക് എടുത്തുകൊണ്ട് ആ ഹാപ്പിനെസ് മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഹാപ്പി ആയിട്ടിരിക്കുക, മറ്റുള്ളവർ ചുറ്റുപാടുള്ളവരെ ഹാപ്പി ആക്കാനായിട്ട് നോക്കുക. എല്ലാ പ്രതിസന്ധികളിലും ഇതും കടന്നു പോകും. നാളെ നമ്മൾക്ക് ആ ഒരു പ്രതിസന്ധി തരണം ചെയ്തിട്ടുള്ള ആ ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിയുമെന്ന് എപ്പോഴും മനസ്സിൽ ഓർക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. താങ്ക് യു. ബൈ.